അപ്പോൾ ഹൃദയം മരിച്ചുപോയ ആളുകൾ, എന്ത് നന്മ ചെയ്യുമ്പോഴും ഒരു മടി വരുന്ന ആളുകൾ, അവർ ചെയ്യേണ്ട പണി ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ചോതുക. അതാണല്ലോ വിശുദ്ധമായ റമളാനിൽ, അത് ഖുർആനിന്റെ വസന്തമാണ്, ഖുർആനിന്റെ മാസമാണ്. ആ ഖുർആൻ ഇറങ്ങിയതിന്റെ സന്തോഷത്തിലാണല്ലോ നമ്മൾ നോമ്പ് പിടിച്ച് ആഘോഷിക്കുന്നത്. ആ ഖുർആൻ എന്റെയും നിങ്ങളുടെയും കൽവിന്റെ പരിവർത്തനത്തിന് വേണ്ടി പടച്ചവൻ തന്ന ദിവ്യ ഔഷധമാണ്. അതുകൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും പറ്റുന്ന സമയത്തൊക്കെ ഖുർആൻ ഓതണം. അങ്ങനെ ഓതുന്ന ആളുകളുടെ ഖൽബ് പ്രകാശിക്കും. മഅരിഫത്തിന്റെ നൂറ് കൊണ്ട് ഖൽബ് പ്രകാശിക്കും. അവന്റെ കടുത്ത ഹൃദയമൊന്ന് മയപ്പെട്ടു വരും. ആ മയപ്പെട്ടു വരുന്ന ഹൃദയത്തിലേക്കാണ് ഉപദേശങ്ങൾ ഫലിക്കുക. അതുകൊണ്ടാണല്ലോ മുശ്രിക്കുകളായ ആളുകൾ വിശുദ്ധ ഖുർആൻ കേൾക്കുന്നതിനെ അവർ ഭയപ്പെട്ടിരുന്നു. ആദ്യം ചെയ്ത പണി വിശുദ്ധ ഖുർആൻ ഇവിടെ പരസ്യമായി ഓതാൻ പാടില്ല. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യമാരും എല്ലാം ആ ഖുർആനിൽ ആകൃഷ്ടരായിട്ട് ഇസ്ലാമിലേക്ക് പോകുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ തുടക്ക സമയം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഹബീബായ നബി തങ്ങളും അവിടുത്തെ സ്വഹാബത്തും ഒരുപാട് ത്യാഗനിർഭരമായ ജീവിതത്തിലൂടെ അള്ളാഹുവിന്റെ ഏകത്വത്തെ സ്ഥാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ പല സ്വഹാബത്തിനെയും പരസ്യമായി കെട്ടിത്തൂക്കി മുറകൾ ഏർപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ, അവിടെ ജീവിക്കാൻ ദുസ്സഹമായ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെന്ന ഹബീബായ നബി തങ്ങളുടെ കളിക്കൂട്ടുകാരൻ മക്കയുടെ പ്രാന്തപ്രദേശത്ത് നിന്ന് അബിസീനയിലേക്ക് പ്രഥമമായി ഹിജ്റ പോകുന്ന സമയത്ത് പോകുന്ന വഴിയിൽ ഇബ്നു ദുഗ്ന എന്ന മക്കയിൽ ഒരു പ്രമുഖനായ ആളെ വഴിയരികിൽ കണ്ടുമുട്ടുകയാണ്. ഇബ്നു ദുഗ്നയെ കണ്ടുമുട്ടിയപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഈ സമയത്ത് എവിടെ പോകുന്നു? പറഞ്ഞു, ഞാൻ ഈ മക്ക വിടാൻ പോവുകയാണ്, അബിസീനയിലേക്ക് പ്രാണരക്ഷാർത്ഥം, എന്റെ ദീനിന്റെ തൗഹീദിന്റെ സംരക്ഷണാർത്ഥം ഞാൻ ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇബ്നു ദുഗ്നയ്ക്ക് അറിയാം, നബി തങ്ങളും അവിടുത്തെ സ്വഹാബത്തും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിവർത്തനങ്ങളും സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും എത്രത്തോളം വ്യാപകമാണ് എന്ന്. അതുകൊണ്ട് ഇബ്നു ദുഗ്ന പറഞ്ഞു, നിങ്ങളെ കണക്കുള്ളൊരു പൗരപ്രമുഖൻ മക്കയിൽ നിന്ന് യാത്ര പോകാൻ പാടില്ല. കാരണം നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവരാണ്, അഗതികൾക്കും ആളുകൾക്കും ആശ്രയമാണ്, സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ്, നിങ്ങൾ നല്ല വർത്തമാനം പറയുന്ന ആളാണ്, നിങ്ങൾ ഈ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ സ്വത്താണ്. അങ്ങനെയുള്ള നിങ്ങൾ ഈ മക്കയിൽ നിന്ന് യാത്ര ചെയ്തു പോയാൽ അത് ഞങ്ങളുടെ മക്കയ്ക്ക് തന്നെ ദോഷമാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങും പോകേണ്ടതില്ല, നിങ്ങളുടെ അഭയം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഇബ്നു ദുഗ്ന പറഞ്ഞ ആ സമയം ഇബ്നു ദുഗ്ന മക്കയിലെ മുശ്രിക്കുകളോട് പറയുകയാണ്, എന്നോട് പറയണം, പരസ്യമായി നിസ്കരിക്കാൻ പാടില്ല, ഖുർആൻ ഓതാൻ പാടില്ല, അഭയം ഞങ്ങൾ സ്വീകരിച്ചു എന്ന് മുശ്രിക്കുകൾ പറഞ്ഞു. ഇബ്നു ദുഗ്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ഈ വിഷയം പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ആദ്യം അത് സമ്മതിച്ചു. അവസാനം കുറെ നാൾ സ്വകാര്യമായ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങള് ഒരിക്കൽ അവിടുന്ന് വീട്ടിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് ബുദ്ധിമുട്ടിയിട്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനാർത്ഥം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അവിടുത്തെ വീട്ടിന്റെ മുറ്റത്തൊരു പള്ളി നിർമ്മിച്ചു. എന്നിട്ട് ആ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതാൻ തുടങ്ങി, നിസ്കരിക്കാൻ തുടങ്ങി. ഈ നിസ്കാരത്തിന്റെ ശബ്ദം കേട്ട് പരിശുദ്ധ ഖുർആനിന്റെ മന്ത്രത്തുടികൾ കേട്ട് വശ്യമനോഹരമായ ഖുർആൻ ഓത്ത് കേട്ട് മുസ്ലിംകളായ ആളുകളുടെ പെണ്ണുങ്ങളും അവിടുത്തെ മക്കളും ആ പള്ളിയുടെ ചുറ്റുഭാഗത്തും ഒളിച്ചിരുന്ന കൊണ്ട് ഖുർആൻ കേൾക്കാൻ തുടങ്ങി.
ആ ഖുർആനിന്റെ മന്ത്രങ്ങളിൽ, ആ ഖുർആനിന്റെ വശ്യമനോഹരമായ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി അവർ അത്ഭുതപ്പെട്ടു പോയി. എന്തൊരു ശബ്ദമാണ്, എന്തൊരു മനോഹാരിതയാണ്! പരിശുദ്ധമായ ഖുർആനിന്റെ ശബ്ദങ്ങൾ കേട്ടിട്ട് ഞങ്ങളുടെ ഹൃദയം എങ്ങനെ വെമ്പുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഒരു സ്വഭാവമുണ്ട്. വകാന അബൂബക്കറിൻ റജുലൻ ബക്കാ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഖുർആൻ ഓതിയാൽ വിതുമ്പി കരയുമായിരുന്നു. കണ്ണുകൾ സജലങ്ങളായി ഒലിക്കുമായിരുന്നു. കാരണമെന്തേ? പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ അത്രയ്ക്കും സമഗ്രമാണ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ആഴത്തിൽ ഫലിക്കുന്ന നിലയിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സകല സംവിധാനങ്ങളും ആ ഖുർആൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആഖിറത്തിന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിന്റെ നശ്വരതയെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ തൊടാത്ത സ്പർശിക്കാത്ത ഒരു മേഖലയുമില്ല. സ്വർഗം പറയുമ്പോൾ പുഞ്ചിരിക്കും, നരകത്തിന്റെ ഭയാനകതകൾ കേൾക്കുമ്പോൾ പൊട്ടിക്കരയും. അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ വല്ലാതെ ഹൃദയം വിതുമ്പും. ഇങ്ങനെ വല്ലാതെ കരഞ്ഞുകൊണ്ട് ഹൃദയം പൊട്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങള് ഖുർആൻ ഓതുന്നത് മുശ്രിക്കുകളായ ആളുകളുടെ പെണ്ണുങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ലാ യംലികു ഐനൈഹി ഇദാ ഖറഅൽ ഖുർആൻ. ഖുർആൻ ഓതിയാൽ അവിടുത്തെ കണ്ണുകൾ ഇങ്ങനെ സജലങ്ങളായി ഒലിക്കുമായിരുന്നു. فأبصر ذلك أشراف قريش من المشركين. ഇതിങ്ങനെ തുടരെ ആ പരിശുദ്ധ ഖുർആൻ കേൾക്കാൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഉണ്ടാക്കിയ പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഒരുമിച്ച് കൂടിയ മനുഷ്യരെ കണ്ട് മുശ്രിക്കുകളിൽ പ്രധാനികളായ ആളുകൾ ഭയന്നുപോയി. കാരണം അടുത്ത നിമിഷം പരിശുദ്ധ ഇസ്ലാമിയുടെ വേരെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാ മനുഷ്യരും മുശ്രിക്കുകളായ ആളുകളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഖുർആൻ പാരായണം കേട്ട ആളുകൾ പോകുന്നത് കണ്ട് മുശ്രിക്കുകളായ ആളുകൾ ഇബ്നുത്തുവിനയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, നിങ്ങൾ അബൂബക്കറിന് അഭയം കൊടുത്തത് ഞങ്ങൾ സ്വീകരിച്ചു. ആ അബൂബക്കർ നിങ്ങളുമായിട്ടുള്ള ആ ധാരണ തെറ്റിച്ചിട്ടുണ്ട്, ജാമ്യവസ്ഥ തെറ്റിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അബൂബക്കറിനെ വിളിച്ചു പറഞ്ഞിട്ട് പരസ്യമായി ഖുർആൻ ഓതുന്നത് നിർത്താൻ നിങ്ങൾ പറയണമെന്ന് വാൺ ചെയ്യണമെന്ന് ഇബ്നുത്തുവിനയോട് മുശ്രിക്കുകൾ പറഞ്ഞ സമയം ഇബ്നുത്തുവിന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ സവിധത്തിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ അഭയം നൽകിയത് ഈ രണ്ട് കണ്ടീഷൻ പാലിച്ചിട്ടാണല്ലോ. ആ ജാമ്യവ്യവസ്ഥകൾ നിങ്ങൾ തെറ്റിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി പരസ്യമായി ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ധീരമായ മറുപടി വരുന്നത്. പരിശുദ്ധ ഇസ്ലാം ഹൃദയത്തിൽ നെഞ്ചേറ്റിയ മഹാൻ, അല്ലാഹുവിന്റെ തൗഹീദ് കൊണ്ട് ഖൽബങ്ങ് വിങ്ങിപ്പൊട്ടുന്ന മഹാൻ, അവിടെ ഒരു ഭൗതികമായ ജീവിതത്തിൽ ഒരു മനുഷ്യനെയും പരിഗണിക്കാത്ത അബൂബക്കർ സിദ്ദീഖ് തങ്ങള് ആ തുബിന് വന്ന് പറഞ്ഞ സമയം പറയുന്നു, ഫൈനീ അർദു ഇലൈക ജിബാറക. നിന്നിലേക്ക് തന്നെ ഞാനിതാ നിന്റെ സംരക്ഷണം ഞാൻ നിന്നിലേക്ക് തന്നെ മടക്കി തരുന്നു. പ്രപഞ്ചത്തിന്റെ അധികാരിയായ അല്ലാഹുവിന്റെ സംരക്ഷണം നിനക്ക് മതിയുടെ. ഒരാളുടെ സംരക്ഷണവും എനിക്ക് ആവശ്യമില്ല, ഒരു പ്രമാണിയുടെ സംരക്ഷണവും എനിക്ക് ആവശ്യമില്ല, ഒരു മനുഷ്യന്റെയും നേതൃസ്ഥാനം എനിക്ക് ആവശ്യമില്ല. എന്റെ അല്ലാഹുവിന്റെ സംരക്ഷണം മതിയുടെ എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇബ്നുത്തുവിന് കൊടുത്ത ആ സംരക്ഷണം അവിടെ അവസാനിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ആ മുശ്രിക്കുകളായ ആളുകൾ വിശുദ്ധ ഖുർആൻ കേൾക്കാൻ അവർ സമ്മതിച്ചിരുന്നു.
നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് എത്ര ഭാഗ്യമാണ്, എത്ര സൗഭാഗ്യമാണ് പടച്ചവൻ ചെയ്തു തന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലം, ഇതിന്റെ ഉടമസ്ഥർ എത്ര സൗഭാഗ്യം ചെയ്തവരാണ്. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടാൻ, അതിൽ ഖിദ്മത്തെടുക്കാൻ വലിയ തൗഫീഖ് ലഭിച്ചവർ. അള്ളാഹു അവർക്കും നമുക്കും ഖൽബിൽ ഈമാൻ സ്വാധീനം ചെലുത്തി പരിശുദ്ധ ഖുർആനിന്റെ ആളുകളായി മരിക്കാൻ, ആഖിറത്തിൽ വിശുദ്ധ ഖുർആൻ ശുപാർശ ചെയ്യുന്നവരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ചരിത്രത്തിൽ എത്ര ഉദാഹരണങ്ങൾ ഖുർആൻ സ്വാധീനിച്ച ആളുകൾ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഈ വിശുദ്ധ ഖുർആനിന്റെ ആവശ്യമനോഹരമായ പാരായണ സൗന്ദര്യത്തിൽ, അതിന്റെ ആശയത്തിൽ ഉൾക്കൊണ്ടിട്ടാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും ഈ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അപ്പോൾ നബി തങ്ങളോട് അല്ലാഹു പറഞ്ഞു, ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ. അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ പ്രബോധനം, അങ്ങയുടെ താക്കീത് ഫലം ചെയ്യുന്നതാക്കാണ്. അത് മനിത്തബഅ ദിക്റ, ഖുർആനിനെ പിന്തുടരുന്നവർക്കാണ്, ഖുർആനിനെ പിന്തുടരുന്ന ആളുകൾക്കാണ് നിങ്ങളുടെ പ്രബോധനം ഫലം ചെയ്യുക എന്ന് പറഞ്ഞു. രണ്ടാമതായി പ്രബോധനം ഫലം ചെയ്യുന്ന ആളാരാണ്? ഒരു വാള് കേട്ടാൽ അത് ഹൃദയത്തിൽ ഫലിക്കുന്ന, സ്വാധീനം ചെലുത്തുന്നവർ ആരാണ്? ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ വഖശിയ റഹ്മാന ബിൽ ഗൈബ്. ഏകാന്തതയിൽ റബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾക്കാണ്. ഏകാന്തതയിൽ റബ്ബിനെ ഭയപ്പെടുന്നു. എല്ലാവരും കാണുമ്പോൾ തൊപ്പിയിട്ട് നല്ല വസ്ത്രം ധരിച്ച് ചെറിയൊരു വെളുക്കെ പുഞ്ചിരിച്ച് ഇങ്ങനെ ഇറങ്ങി നടന്നോടുന്ന കാര്യമില്ല. മറിച്ച് ഒരു മനുഷ്യൻ നന്നായി ജീവിക്കുന്നു എന്ന് അറിയണമെങ്കിൽ, ഒരു മനുഷ്യന്റെ ജീവിതം നന്നാണ്, അവൻ വിജയിയാണ് എന്ന് അറിയണമെങ്കിൽ അവന്റെ സ്വകാര്യ ജീവിതം നന്നാകണം. അവന്റെ സ്വകാര്യ ജീവിതം നന്നാകണം. എല്ലാവരും കാണാതിരിക്കുമ്പോ, എല്ലാവരിൽ നിന്നും അറിയുമ്പോ ഭൂമിന്റെ അകത്ത് കുറ്റിയിട്ടിട്ട് ഇങ്ങനെ മോശം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരും പ്രവർത്തിക്കുന്നവരുമാണോ അള്ളാഹുവിന്റെ ഉപദേശം അവനെ സ്വീകരിക്കാൻ പറ്റൂല. സ്വകാര്യ ജീവിതം നന്നല്ല. അവർ എല്ലാവരും ആരും കാണാതിരിക്കുന്ന സമയത്ത്, ഭാര്യ കാണാതിരിക്കുമ്പോ, ഉമ്മ കാണാതിരിക്കുമ്പോ, വാപ്പ കാണാതിരിക്കുമ്പോ, ആരും കൂട്ടുകാരൊന്നും ഇല്ലാത്ത സമയത്ത്, ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കാണുമ്പോ ഇങ്ങനെ തെറ്റിലേക്ക് പോകുന്ന ആളുകൾ സുപ്രഭാതത്തിൽ ആളുകളുടെ മുന്നിൽ വഷളായി ജീവിക്കും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വകാര്യ ജീവിതം നന്നാകണം, വ്യക്തിപരമായ ജീവിതം നന്നാകണം. അത് കുറച്ച് പണിയാണ്. നമ്മുടെ മക്കൾ ഒരുപാട് ലോകത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെവിടേക്കൊക്കെയാണ് പോകുന്നതെന്ന് പാവപ്പെട്ട ഉമ്മാക്കും അപ്പാക്കും അറിയില്ല. അവര് പണ്ട് 60-ലും 70-ലും ജനിച്ചവരായിരിക്കും. അവർക്ക് ഇപ്പോഴും ചിലപ്പോ ആ ബട്ടണുള്ള മൊബൈലായിരിക്കും, അല്ലെങ്കിൽ ഉള്ള മൊബൈൽ തന്നെ ഒരു 10-20 റബ്ബർ ഇട്ടുകൊണ്ട് നടക്കുന്ന ചെറിയ മൊബൈലായിരിക്കും. നമ്മളുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിങ്ങനെ കൊടുത്ത് പറ്റിച്ചിട്ടുണ്ടാവും മക്കള്. അതിൽ ഏറ്റവും കുറഞ്ഞ മൊബൈലായിരിക്കും. അതിനകത്താണെങ്കിൽ ഒരു സാധനം നടക്കൂല. അപ്പൊ അങ്ങനെയുള്ള മൊബൈലായിരിക്കും. അവർക്ക് ഈ സോഷ്യൽ മീഡിയയുടെ സാധ്യതകളൊന്നും അവർക്കറിയില്ല. നമ്മളിങ്ങനെ മൊബൈലും തോണ്ടിയിരിക്കുമ്പോ അവർ വിചാരിക്കുന്നു നമ്മളെന്തോ വലിയ പഠിക്കുകയാണ്, അതിൽ മറ്റെന്തോ ചെയ്യാണ്. ആ മൊബൈലിന്റെ എല്ലാ ഫംഗ്ഷനും അറിയാം, ആ ഭയങ്കര മിടുക്കനാണ് എന്ന് ഉമ്മ ആ അഭിമാനത്തോടുകൂടി പറയുമ്പോ അത് വലിയ പ്രയാസങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയ നല്ലതിനും ഉപയോഗിക്കാം, മോശത്തരത്തിനും ഉപയോഗിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, നമ്മളുടെ സ്വകാര്യ ജീവിതം നന്നാകണം, രഹസ്യ ജീവിതം നന്നാകണം. അങ്ങനെ ഏകാന്തതയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്, അവർക്ക് മാത്രമാണ് ഒരു ഉപദേശം ഹൃദയത്തിൽ ഫലിക്കുക. അല്ലാത്ത ആളുകൾക്ക് ഹൃദയത്തിൽ എത്ര വഅദ് കേട്ടാലും അവരുടെ ഹൃദയത്തിൽ അതൊന്നും ഫലിക്കൂല. അവർക്കതൊന്നും ഫലിക്കൂല. മറിച്ച് അത് കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യമായിരിക്കും. ആ ഉപദേശം കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യമായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരാൾ ഉപദേശിക്കുമ്പോ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഖൽബിന് എന്തോ ഒരു കുറവുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങളുടെ മനസ്സിന് എന്തോ ഒരു കുറവുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ചില ആളുകൾ ഉണ്ടാവും പരിശുദ്ധമായ ഇസ്ലാമിന് ഇത്രത്തോളം വിമർശിക്കുന്ന ചെറുപ്പക്കാർ എന്ന് വളർന്നു വരാനുള്ള കാരണം അവർ പോകുന്ന ഇടങ്ങളിൽ, വഴിയടയാളങ്ങളിൽ പരിശുദ്ധ ഇസ്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. മോനെ, നീ ഇങ്ങനെ നടക്കണം,
എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ചിരിക്കണം, എങ്ങനെയാണ് നിന്റെ കൂട്ടുകാരോട് പെരുമാറേണ്ടത്. നിങ്ങൾ കള്ളം പറയരുത്, നിങ്ങൾ മോശത്തരങ്ങൾ കാണരുത്, നിങ്ങൾ ഇങ്ങനെ വെറുതെ സമയം കൊല്ലരുത്, പലിശ ഭക്ഷിക്കരുത്, അന്യ പെണ്ണിനെ നോക്കരുത്, അവരോട് സംസാരിക്കരുത് എന്നിങ്ങനെ പറയുമ്പോ ഇസ്ലാം പഴഞ്ചനാകും. ആ ഉപദേശം അവർക്ക് ഫലിക്കൂല. കാരണം അവർക്ക് ഏറ്റവും ഈർഷ്യതയുള്ള ഒരു ഉപദേശമായിരിക്കും എന്ന് വിചാരിച്ച് ഇസ്ലാമിന്റെ പ്രബോധകർക്ക് ആ ഉപദേശം നിർത്താൻ പറ്റുമോ? നിർത്താനാണോ പറഞ്ഞത്? അല്ലല്ലോ. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. ആർക്കെങ്കിലൊക്കെ ഒരു സുപ്രഭാതത്തിൽ ബോധമുദിച്ച് അയാൾ നന്നാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അന്യ സ്ത്രീ പുരുഷ സങ്കലനം ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. സോഷ്യൽ മീഡിയകളിലൂടെ എല്ലാ മറകളും എടുത്തു മാറ്റി സ്വതന്ത്ര വികാരങ്ങൾക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾ തന്നെ പരസ്യ രംഗപ്രവേശനം ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. മൈ ബോഡി ഈസ് മൈ ചോയ്സ്, എന്റെ ശരീരം അത് എന്റെ ചോയ്സ് ആണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം. ഈ അടുത്ത സമയത്ത് ഞാൻ എൻ്റെ ഉമ്മാന്റെ അനുജത്തിയുടെ വീട്ടിൽ പോയപ്പോ അവരുടെ വീട്ടിന്റെ തൊട്ടടുത്താണ് ഒരു കോളേജ് ഉള്ളത്, ഒരു സ്കൂൾ ഉള്ളത്. ഏകദേശം 10th വരെ, എന്റെ ഓർമ്മ ശരിയാണ്, 10th വരെ പഠിപ്പിക്കുന്ന CBSE സ്കൂളാണ്. അപ്പൊ കുഞ്ഞുമ്മ പറയാണ്, കുഞ്ഞുമ്മ മീൻസ് എന്റെ ഉമ്മാന്റെ അനിയത്തി പറയാണ്, സ്കൂളുള്ള സമയത്ത് ഇവിടെ എറണാകുളത്ത് മറൈൻ ബീച്ചിൽ പോയത് പോലെയാണ് എന്നാ. ഇങ്ങനെ ആണും പെണ്ണും കൂടി ഇങ്ങനെ അവിടെ ഇറങ്ങി നടക്കും, ഇങ്ങനെ സംസാരിക്കും. അതൊരു പക്ഷേ ദീൻ ഉൾക്കൊള്ളുന്ന ആളുകൾ, സദാചാരം ഉൾക്കൊള്ളുന്ന ആളുകൾ, സംസ്കാരമുള്ള ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ഇത്തരം സങ്കലനങ്ങളും ഇത്തരം ഇടപെടലുകളും അവർക്കൊരു പക്ഷേ ദഹിച്ചു കൊള്ളണമെന്നില്ല. ഇത് ആധുനിക യുവത്വങ്ങളോട് പറഞ്ഞാലോ, ഞങ്ങൾ കൂട്ടുകാരല്ലേ, ഞങ്ങൾ കൂട്ടുകാര് സംസാരിക്കുന്നതിന് ഇപ്പൊ എന്താ ചെയ്യാ? അത് നമ്മുടെ ഗവൺമെന്റ് ഭരിക്കുന്ന ആളുകൾ തന്നെ അതിനെ ഒത്താശ ചെയ്യുന്ന പല കമന്റുകളും ഈ അടുത്ത സമയത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജീവിച്ചു വന്നൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെയും പൊട്ടിച്ചെറിഞ്ഞ് നമ്മുടെ ചെറുപ്പക്കാർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ അവരുടെ ഹൃദയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ എല്ലാവരുടെയും സ്വകാര്യ ജീവിതം നന്നാകണം, എന്റെ ജീവിതം നന്നാകണം. ഞാൻ ഇങ്ങനെ വാക്ക് പറയുന്നുണ്ട്, എനിക്ക് തലപ്പാവുണ്ട്, താടിയുണ്ട്, നല്ല വെള്ള വസ്ത്രം ധരിച്ച് സമൂഹത്തിന്റെ മുന്നിലിറങ്ങിയാൽ എനിക്ക് സ്വീകാര്യതയുണ്ട്. പക്ഷേ ഞാൻ ആരും കാണാത്ത സമയത്ത് എന്റെ സ്വകാര്യ ഇടങ്ങളിൽ ഞാൻ മോശക്കാരനാണെങ്കിൽ എന്റെ ഈ വർത്തമാനം കൊണ്ടൊരു ഫലവുമില്ല, ഒരാൾക്കും അത് ഫലിക്കൂല. അല്ലാഹുവേ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾ നന്നാക്കി തരണമല്ലോ, ഞങ്ങളുടെ സ്വകാര്യ ജീവിതങ്ങൾ നന്നാക്കണേ റബ്ബേ. ആരുമില്ലാത്ത സമയത്ത് നിന്നെ ഭയപ്പെട്ട് ജീവിക്കാനുള്ള മാനസികാവസ്ഥ ഞങ്ങൾക്ക് വളർത്തി തരണേ അല്ലാഹ്. അതുകൊണ്ടാണ് പരിശുദ്ധ റമദാനിന് മുമ്പ് അത് പടച്ചവനെ ഏകാന്തതയിൽ ഭയക്കുന്ന ആരാധനയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ നിർവഹിക്കുന്ന നിസ്കാരവും, നമ്മൾ അനുഷ്ഠിക്കുന്ന, നമ്മൾ ചെയ്യുന്ന ഹജ്ജും, നമ്മൾ ഓതുന്ന ഖുർആനും, നമ്മൾ കൊടുക്കുന്ന സ്വതക്കയും മറ്റൊരാൾക്ക് കാണാൻ പറ്റും. ആ കാണുന്ന സമയത്ത് ആളുകളൊക്കെ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഒരു സദസ്സിൽ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ, അവന്റെ മനസ്സിൽ ഒരു കിബർ വരും, ഒരു റിയാ വരും. ഞാൻ നല്ല നിസ്കാരക്കാരനാണെന്ന് അവൻ കാണട്ടെ എന്നുള്ള ബോധം നമ്മുടെ മനസ്സിലേക്ക് വന്നുപോകും. ഹജ്ജ് ചെയ്യുന്ന ആളുകൾ, ഉംറയ്ക്ക് പോകുന്ന ആളുകൾ ഇങ്ങനെ ബസീറിന്റെ ഫോട്ടോ ഇടാണ്. അൽഹംദുലില്ലാ, ഞാനിപ്പോ മദീനയിലെത്തി, ഞാനിപ്പോ ഹറമിലെത്തി, ഞാനിപ്പോ ഇങ്ങനെ ഉംറ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയൊരു ദുരന്തമാണ്. അതിൽമുള്ള ആളുകൾ പോലും അത് ചെയ്യുന്നുണ്ട്. അതെന്തിന്റെ പേരിലാണെങ്കിലും അതൊരിക്കലും പരിശുദ്ധ ഇസ്ലാമിന് അംഗീകരിക്കാൻ പറ്റൂല. നിങ്ങളാ നിർവഹിക്കുന്ന ആരാധന അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന ആരാധനയാണല്ലോ. നിങ്ങളാ ഫോട്ടോ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഖൽബ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്താണെങ്കിലും അത് നിങ്ങൾ ചെയ്യുമ്പോൾ സാധാരണക്കാരായ മനുഷ്യരും അത് ചെയ്യും. ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഖൽബിനെ നിയന്ത്രിക്കാൻ പറ്റും. അറിവുള്ള ആളുകൾക്ക് നിങ്ങളുടെ ഖൽബിനെ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ അറിവില്ലാത്ത ആളുകൾ, സാധാരണക്കാരായ മനുഷ്യർ
അവർ ചെന്ന് ഇതുപോലെ ഉംറയുടെ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച് കഅബയുടെ മുന്നിൽ നിന്നുകൊണ്ട് സെൽഫി ഇടുമ്പോ അവരുടെ ഹൃദയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്കാണല്ലോ നോക്കുന്നത്. നമ്മൾ പ്രവർത്തനം ചെയ്താലും, നമ്മൾ നിസ്കരിച്ചാലും, നമ്മൾ നോമ്പനുഷ്ഠിച്ചാലും, ഹജ്ജ് ചെയ്താലും, ദാനധർമ്മങ്ങൾ ചെയ്താലും, കോടാനുകൂടി മനുഷ്യർക്ക് സാന്ത്വനത്തിന്റെ സ്പർശമായി നിങ്ങൾ മാറിയാലും അള്ളാഹു നോക്കുന്നത് നമ്മുടെ കൽബിലേക്കാണ്. ആ കൽബിന്റെ ചിന്തകൾക്ക് വൈകല്യം സംഭവിച്ചാൽ ആ പ്രവർത്തനങ്ങൾ പടച്ചവൻ സ്വീകരിക്കൂല. പക്ഷേ ഞാനും നിങ്ങളും അനുഷ്ഠിക്കുന്ന നോമ്പ് അതൊരു ഏകാന്തതയാണ്. ഞാനും നിങ്ങളും നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ യാതൊരുവിധ സാധ്യതയുമില്ല. ഒരു മനുഷ്യൻ നോമ്പുകാരനാണെന്ന് അറിയിക്കണമെങ്കിൽ ഒരു സാധ്യതയുമില്ല. ഒരാൾ നോമ്പുകാരനാണ്, അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ വിശപ്പും ദാഹവും സഹിച്ച് എല്ലാ പാനീയങ്ങളും ഉപേക്ഷിച്ച് ഇങ്ങനെ ജീവിക്കുകയാണ്. പക്ഷേ അവൻ മറ്റൊരാളോട് ചെന്ന് പറയണം ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞാലല്ല, അതിന് പറഞ്ഞാൽ തന്നെ മുന്നിൽ നിൽക്കുന്നവന് ചിലപ്പോ നമ്മളെ സ്വഭാവം അനുസരിച്ച് നീ നോമ്പൊക്കെ പിടിക്കോ എന്ന് ചിലപ്പോ തിരിച്ചു ചോദിക്കും. നീ നോമ്പൊക്കെ പിടിക്കോ എന്ന് പോലെ നന്നായി. റമദാനാകുമ്പോ കുറച്ച് ആളുകൾക്ക് ഈമാൻ കിട്ടും. ആ കിട്ടുന്ന സമയത്ത് അവർ പറ്റുന്ന ആരാധനകൾ നിർവഹിക്കും. ഇതിപ്പോ നേരത്തെ നമ്മളെ കുറിച്ച് അറിയുന്ന ആളുകൾ, കൂട്ടുകാര്, നമ്മളിങ്ങനെ റമദാനാകുമ്പോൾ നന്നാകുന്നത് കണ്ടിട്ട് അവരിങ്ങനെ നമ്മളെ ട്രോളും. അത് നന്നായല്ലേ, തൊപ്പി കിട്ടല്ലേ, എത്ര അവസ്ഥേക്കാ എന്നിങ്ങനെ ചോദിക്കും. അതങ്ങനെ കേൾക്കുന്ന ആളുകൾ മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുക. പടച്ചവൻ നമ്മുടെ കൽവിൽ പരിവർത്തനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നോമ്പ് വലിയ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആരാധനയാണ് നോമ്പ്. അതുകൊണ്ടാണ് നോമ്പിന് എത്രത്തോളം മഹത്വം വന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, കുല്ലു അമലി ബിനി ആദമ ലഹു ഇല്ല സിയാം. ആദം സന്തതികളുടെ സകല സൽക്കർമ്മങ്ങളും അവനുള്ളതാണ്. ഞാൻ നിസ്കരിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, ഞാൻ ഹജ്ജ് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ്, ഞാൻ സ്വതക്ക കൊടുക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, ഞാൻ നന്മ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ്. ഇല്ല സിയാം, നോമ്പൊഴികെ. നോമ്പ് ആർക്കുള്ളതാണ്? ആ നോമ്പ് എനിക്കുള്ളതാണെന്ന് അല്ലാഹു ഖുദ്സിയായ ഹദീസിലൂടെ രേഖപ്പെടുത്തുന്നു. അപ്പോ ഒരാൾക്ക് സംശയം, അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലെങ്കിൽ പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തിനാ ചെയ്യുന്നേ? അത് ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ആഖിറത്തിൽ രക്ഷപ്പെടാൻ എനിക്ക് വേണ്ടി ചെയ്യുമ്പോഴും അത് അള്ളാഹുവിനാണ്. കാരണം അള്ളാഹുവാണ് അതിന് പ്രതിഫലം നൽകുന്നത്. പക്ഷേ അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ നോമ്പിനെ എടുത്തു പറഞ്ഞു, ഫഇന്നഹു ലീ, ആ നോമ്പ് എനിക്കുള്ളതാണെന്ന് പടച്ചവൻ എടുത്തു പറയുമ്പോ നമുക്കൊരു സംശയം, എന്നാ പിന്നെ ഞാൻ നിർവഹിക്കുന്ന ആ നിസ്കാരം ആർക്ക് വേണ്ടിയിട്ട്? അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലേ? അതാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഉദാഹരണം. ഒരു ഹാജിയാർക്ക് 10 മക്കളുണ്ടെങ്കിൽ ആ 10 മക്കളിൽ ഏറ്റവും അവസാനത്തതിനോട് വല്ലാത്ത പ്രേമ സ്നേഹം ഉണ്ടാവും. ചെറിയ കുട്ടി എന്ന നിലയിൽ, വീട്ടിലെ ഏറ്റവും ഇളയതെന്ന നിലയിൽ ആ വീട്ടിലെ ഉമ്മാക്കും വാപ്പാക്കും ആ കുട്ടിയോട് വല്ലാത്ത സ്നേഹമായിരിക്കും. അപ്പൊ ഹാജിയാർ പറയണം, അവൻ എന്റെ മോനാ എന്ന് പറഞ്ഞ പെണ്ണുമ്പുള്ള പിന്നെ അടിക്കാൻ നിൽക്കണ്ട, അതിന് ബാക്കിയുള്ളതൊക്കെ വേറെ ആളുടെ മോനാണോ എന്ന് ചോദിക്കാൻ നിൽക്കണ്ട. ബാക്കിയുള്ളതും ഹാജിയാർ മക്കൾ തന്നെയാണ്. പക്ഷേ മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി സ്നേഹം ആർക്കുണ്ട്? ഈ മോനോടുണ്ട് എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അള്ളാഹു പരിശുദ്ധ നോമ്പിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോ ആ നോമ്പ് എനിക്കുള്ളതാണെന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ അള്ളാഹുവിന് ആ നോമ്പിനോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് നിങ്ങൾ നോക്കൂ. എന്നിട്ടോ ഈ പ്രപഞ്ചത്തിൽ നാം നിർവഹിക്കുന്ന ആരാധനകൾക്ക് മുഴുവനും അള്ളാഹു 100 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം പടച്ചവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിസ്കാരത്തിന് ഇന്ന പ്രതിഫലം. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരത്തിന്റെയും അടുത്ത നിസ്കാരത്തിന്റെയും ഇടയിലുള്ള പാപമോചനമാണ് അള്ളാഹു പരിചയപ്പെടുത്തിയതാ. അങ്ങനെ പരിചയപ്പെടുത്തി ഇങ്ങനെ ഓരോ സൽക്കർമ്മങ്ങൾക്കും, നാം നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങൾക്കൊക്കെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങൾ, ഇന്ന പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് വളരെ വ്യക്തമായ നിലയിൽ പടച്ചവൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നോമ്പിന്റെ വിഷയത്തിൽ മാത്രം അള്ളാഹു പറഞ്ഞത് ആ നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം നൽകുന്നവനും ഞാനാണെന്ന് പറഞ്ഞപ്പോൾ
പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം നൽകുന്നവൻ ഞാനാണെന്ന് പറയുമ്പോൾ ആ നോമ്പ് പിടിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ഔദാര്യത്തിനനുസരിച്ച് അറ്റമില്ലാത്ത മഹത്വങ്ങൾ നോമ്പുകാരനെ കാത്തിരിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ഒരു നോമ്പുകാരന് അറ്റമില്ലാത്ത മഹത്വങ്ങൾ അള്ളാഹു നൽകും, അള്ളാഹുവിന്റെ ഔദാര്യം വെച്ചിട്ട്. അതുകൊണ്ട് വലിയ പ്രതിഫലമുള്ള നോമ്പ്. ആ നോമ്പ് ഇങ്ങനെ മഹത്വവൽക്കരിക്കപ്പെടാനുള്ള കാരണം അതിന് എക്സിബിഷനിസം ഇല്ല എന്നുള്ളതാണ്, പ്രദർശനപരതയില്ല എന്നുള്ളതാണ്. ഇനി ഒരുപാട് പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇങ്ങനെ ഏകാന്തതയിൽ ഭയപ്പെടുന്നവർ പരിശുദ്ധ ഖുർആനിനെ പിന്തുടരുന്ന ആളുകളാണ്. നബിയെ, അങ്ങയുടെ ഉപദേശം സിദ്ധിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പറയാണ്, നബി അങ്ങ് പറഞ്ഞു കൊടുക്കണം, ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിനെ പിന്തുടരുന്നവർ, അള്ളാഹുവിനെ ഏകാന്തതയിൽ ഭയപ്പെടുന്ന ആളുകൾ, ആ ഭയപ്പെടുന്ന ആളുകൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷം അറിയിക്കണം നബിയെ. ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ, പാപമോചനം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണം, മാന്യമായ പ്രതിഫലം കൊണ്ടും സന്തോഷ വാർത്ത അറിയിക്കണം. അപ്പൊ ഖുർആൻ ഓതുന്നവർക്ക്, അതിനെ പിന്തുടരുന്നവർക്ക്, അള്ളാഹുവിനെ ഏകാന്തതയിൽ ഭയപ്പെടുന്നവർക്ക് പാവം പൊറുക്കാനും മാന്യമായ പ്രതിഫലം ലഭിക്കാനും അത് കാരണമാണ്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷം അറിയിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. ഇനി അടുത്ത ആയത്ത് 12-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആ ആയത്തിൽ അള്ളാഹു പറയുന്നത്, അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ, ഏകാന്തതയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ, ഖുർആനിനെ പിന്തുടരുന്നവർ, അവർക്ക് ഇങ്ങനെ പ്രതിഫലമുണ്ട്. ഈ പ്രതിഫലം എവിടെയാണ് കൊടുക്കുന്നത്? ഈ പ്രതിഫലം എവിടെയാണ് കൊടുക്കുന്നത്? ദുനിയാവിൽ. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് പ്രതിഫലത്തിന്റെ ലോകമല്ല, ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. ഇത് പ്രതിഫലത്തിന്റെ ലോകമല്ല. ഒരു മനുഷ്യ സൈക്കോളജി, ഒരു ഹ്യൂമൻ സൈക്കോളജി അനുസരിച്ച് നമുക്കൊരു റിവാർഡ് മുന്നിൽ കിട്ടുമെന്ന് പ്രതീക്ഷയുള്ളതിനോട് നമുക്ക് വല്ലാത്തൊരു അട്രാക്ഷൻ ഉണ്ടാവും. റിവാർഡൊന്നും ഇപ്പം കിട്ടൂല, ചിലപ്പോൾ കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നതിനോട് വലിയൊരു മൈൻഡൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ദീൻ നിങ്ങളോട് ഭയങ്കര പ്രതിഫലത്തെ കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾക്ക് മണിമാളികൾ വെച്ച് തരാമെന്ന് പറയുമ്പോൾ, ഇങ്ങനെ അനശ്വരമായ ഒരു ലോകത്ത്, ശാശ്വതമായ ഒരു ലോകത്ത് നിങ്ങൾക്ക് വളരെ സൗകര്യങ്ങൾ നൽകാമെന്ന് പറയുമ്പോൾ, അപ്പൊ ചില ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകൾ, സാംസ്കാരിക ജീവികൾ എന്ന് പറയുന്ന ആളുകൾ, അവര് പറയും, അങ്ങുള്ള സ്വർഗോക്കിനി എന്നാ മരിച്ചു പോയിട്ടല്ലേ, ഇവിടെ ഞങ്ങൾ ഇവിടെ സ്വർഗം ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന്. നമ്മളിങ്ങനെ എത്ര സ്വർഗം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? എത്ര സ്വർഗം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇവിടെ എന്തെങ്കിലും പ്രയോജനത്തിന് നമുക്ക് ഉപകാരമുണ്ടോ? നമ്മളുടെ ജീവിതത്തിൽ അടുത്ത നിമിഷം മരണം നിന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർ നിങ്ങളോട് പറഞ്ഞാൽ, അടുത്ത നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു ലെവല് മാറും. ജീവിതത്തിന്റെ ലെവല് മാറും. അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാക്കിയ സമ്പത്തും, നമ്മൾ ഉണ്ടാക്കി വെച്ച പ്രിവിലേജും, നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഭൗതികമായ ലോകത്തെ എല്ലാ കൊട്ടാരങ്ങളും ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീഴുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റും. നമുക്കൊരു മാരക രോഗം പിടിപെട്ടു എന്ന് കൂട്ടിക്കോ, അള്ളാഹു അതിനെ തൊട്ടൊക്കെ നമുക്ക് സംരക്ഷണം നൽകട്ടെ. ആ മാരക രോഗം പിടിപെട്ടിട്ട് നിങ്ങളുണ്ടാക്കിയ സർവ്വ സമ്പത്തും കൊടുക്കണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാൽ പോലും നിങ്ങളുണ്ടാക്കിയ സർവ്വ സമ്പത്തും നിങ്ങൾ മുടക്കിയിട്ട് നിങ്ങൾ ചികിത്സിക്കും, നിങ്ങളെ നന്നാക്കും. നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഭൗതികമായ ലോകത്തുണ്ടാക്കി വെച്ചതൊന്നും നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ല. അത് നിങ്ങളുടെ പിൻഗാമികൾക്ക്, നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുമായി ജീവിക്കുന്ന ആളുകൾക്ക്, നിങ്ങളുടെ ആശ്രിതർക്ക് ആണ് അത് പോവുക. പക്ഷെ ആഖിറത്തിൽ നമുക്ക് ഉപകരിക്കുന്നത് നമ്മൾ ഈ ഭൗതികമായ ലോകത്ത് നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങൾ മാത്രമാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ പ്രിയപ്പെട്ട അബൂബക്കർ ഹാജിക്ക് അവിടുന്ന് വലിയ ബിസിനസ് സംരംഭങ്ങളുണ്ട്. അള്ളാഹു അതിലൊക്കെ ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ അവർക്ക് പടച്ചവൻ കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് ഒരുപാട് ദീനീ സ്ഥാപനങ്ങൾക്ക് ഇതുപോലെ മുത്തഅല്ലിമുകളെ സ്നേഹിച്ച് അവർക്ക് ഭക്ഷണം നൽകി പരിശുദ്ധ ഖുർആനിന് വേണ്ടി അവിടുത്തെ സമ്പത്ത് ഇങ്ങനെ ചെലവഴിച്ചു കൊണ്ടിരിക്കുമ്പോ അവരുടെ ഈ അധ്വാനങ്ങൾ എത്ര സാർത്ഥകമാണ്.
ഖബറിൽ കടക്കും. ആ നിമിഷം മുതൽ ഈ ഭൗതികമായ ലോകത്ത് നിർവഹിച്ച സകല പ്രതിഫലങ്ങളും സകല നന്മകളും ആഖിറത്തിൽ മരണം മുതൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അള്ളാഹു ഈ പറഞ്ഞ പ്രതിഫലങ്ങളൊക്കെ നമ്മളുടെ കണ്ണൊന്ന് ചിമ്മിയാ മതി, ആ കണ്ണൊന്ന് അടഞ്ഞാ മതി, ആ നിമിഷം മുതൽ നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. ഈ ഭൗതികമായ ലോകത്ത് നാം ചെയ്തു വെച്ച എല്ലാ സൽക്കർമ്മവും എല്ലാ തിന്മയും നമ്മളൊന്ന് കണ്ണൊന്ന് ചിമ്മിയാൽ മതി, ആ നിമിഷം മുതൽ നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. ആ നിമിഷം നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു നിമിഷം വരെ നമ്മൾ കാത്തു നിൽക്കരുത്. നമുക്ക് എത്ര ആയുസ്സുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റൂല, എത്രത്തോളം ജീവിക്കാൻ പറ്റൂ നമുക്ക് പറയാൻ പറ്റൂല. നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഏത് നിമിഷം വരെയാണെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ആ മരണം നമ്മളെ വിളിക്കുന്നതിന് മുമ്പ് മാക്സിമം ഈ ഭൗതികമായ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ, സൽക്കർമ്മങ്ങളുമായി ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ പ്രതിഫലം നാം ഈ ചെയ്തു വെക്കുന്ന, നിസ്കരിക്കുന്ന, ഹജ്ജ് നിർവഹിക്കുന്ന, നോമ്പനുഷ്ഠിക്കുന്ന, ഖുർആൻ ഓതുന്ന, സ്വതക്ക കൊടുക്കുന്ന, സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം പ്രതിഫലം നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക? അത് ആഖിറത്തിലാണ്. ആഖിറത്തിൽ പ്രതിഫലം കിട്ടണമെങ്കിൽ നമ്മൾ മരിക്കണം. മരിച്ചാൽ മാത്രം പോരാ, നമ്മൾ വീണ്ടും പുനർജനിക്കണം. എന്നാലാണ് ആ പ്രതിഫലങ്ങൾ ലൈവായി നമുക്ക് കിട്ടുക. അതാണ് അള്ളാഹു പറയുന്നത്, മാന്യമായ പ്രതിഫലം അവർക്ക് വാഗ്ദാനം ചെയ്തിട്ട് അള്ളാഹു പറയുന്നു, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും. അള്ളാഹു പറയാണ്, നബിതങ്ങളോട് പറയാണ്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, മരിച്ചുപോയ ആളുകളെ നമ്മൾ പുനരുജ്ജീവിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ചില ആളുകൾ പറയുന്നത് പോലെ മരിച്ചു കഴിഞ്ഞാൽ ഈ ലോകം അവസാനിക്കുന്നില്ല, മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല, ആ നിമിഷം മുതലാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. അതിലേക്ക് വെളിച്ചം വീശുന്ന ആയത്താണല്ലോ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖ മൗത വൽ ഹയാത. അതേ സൂറത്തുൽ മുൽക്കിൽ രേഖപ്പെടുത്തിയത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, മരണത്തെയും ജീവിതത്തെയും പടച്ചവനായ അല്ലാഹു. അവിടെ ആദ്യം മരണത്തെയാണ് പറഞ്ഞത്, പിന്നെ ജീവിതത്തെയാണ് പറഞ്ഞത്. നമ്മളുടെ ജീവിതം അനുസരിച്ച് നമ്മൾ ജീവിച്ചിട്ടല്ലേ മരിക്കുന്നതെന്ന് തോന്നിപ്പോകും. പക്ഷേ നമ്മൾ മരിച്ചിട്ടാണ് നമ്മൾ യഥാർത്ഥ ജീവിതം വരുന്നത്. ആ ജീവിതത്തിലേക്ക് തട്ടിച്ചു നോക്കുമ്പോ ഈ ഭൗതികമായ ജീവിതത്തെ ഒരു ജീവിതമല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ആദ്യം മരണത്തെ ഓർമ്മപ്പെടുത്തിയത്. ആഖിറത്തിലെ ജീവിതത്തിലേക്ക് ഈ ദുനിയാവിലെ ജീവിതം തട്ടിച്ചു നോക്കുമ്പോ അതൊരു ജീവിതമല്ല. അതുകൊണ്ട് ഈ ജീവിതത്തെ പരിശുദ്ധ ഖുർആൻ കൺസിഡർ ചെയ്തിട്ടില്ല. ഈ ജീവിതത്തെ ഒരു പരീക്ഷ ഘട്ടമായിട്ടാണ്. നമ്മളൊക്കെ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതും ഹാളിൽ ഇരുന്നുകൊണ്ട്, അതുപോലെ ഞാനും നിങ്ങളും ആഖിറത്തിലേക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷാ ഹാളിലാണ് നമ്മളുള്ളത്. പരീക്ഷ ഹാളിലാണ് നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷ അവസാനിക്കുന്ന സമയം നമ്മുടെ കണ്ണടയും. ആ നിമിഷം മുതൽ നമ്മൾ ഇവിടെ എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കും. നല്ല പൂർണ്ണ 100 മാർക്ക് ലഭിക്കുന്ന വിജയം നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മഗ്ഫിറത്തും അജ്റും കരീമും എവിടെയാണ് ലഭിക്കുക? ആഖിറത്തിലാണ്. അങ്ങനെ ആഖിറത്തിൽ ലഭിക്കണമെങ്കിൽ മരിക്കണം. അതാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, ഞങ്ങൾ മരിച്ച ആളുകളെ പുനരുജ്ജീവിപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെ പുനരുജ്ജീവിപ്പിച്ചിട്ടോ ഇങ്ങനെ ഒരാൾക്ക് മരിച്ചാൽ ജീവിതം അവസാനിക്കൂല. എന്നാൽ ഇനി പുനരുജ്ജീവിപ്പിച്ചിട്ട് വെറുതെ വിടുവോ? അതുമില്ല. അല്ലാഹു പറയാണ്, നിങ്ങളുടെ കഴിഞ്ഞ ജീവിതത്തിൽ ഉണ്ടായ സർവ്വ കാര്യങ്ങളും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഭൗതികമായ ലോകത്ത് നിന്ന് മരിച്ചുപോയി ആഖിറത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ ലോകത്ത് ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾ, സുഹൃതങ്ങൾ അള്ളാഹുവിനെ എങ്ങനെയാണ് കാണാൻ പറ്റുക? അതൊരു CCTV ക്യാമറ, AI ക്യാമറ അള്ളാഹു നമ്മളോടൊപ്പം ജന്മനാ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 2 ആളുകൾ 2 സ്ഥലത്ത്.
അപ്പൊ ചോദിക്കുക ഇപ്പൊ എങ്ങനെ എഴുതാം, പേന പേപ്പർ കൊണ്ടാണോ, എങ്ങനെ എത്ര പേപ്പറിൽ എഴുതാനുണ്ടാകും, ഇങ്ങനെ പരിഹസിച്ച് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. 200 പേജിന്റെ ബുക്കുമായിട്ടാണോ നിൽക്കുന്നത്, എന്തുമാത്രം പേന വേണ്ടിയിട്ടുണ്ടാകുമ്പോൾ ഡെസ്ക് ബെഞ്ചൊക്കെ ഉണ്ടാവും വെച്ച് എഴുതാൻ എന്ന് മലക്കുകളെ കുറിച്ച് ഇങ്ങനെ നിങ്ങളുടെ 2 മലക്കുകൾ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. റഖീബും അതീദും എന്ന 2 മലക്കുകൾ അറിയാതെ നിങ്ങൾ ഒരു വാക്കും സംസാരിക്കുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയപ്പോ, അവർ രേഖപ്പെടുത്തിയിട്ടല്ലാതെ നിങ്ങൾ ഒന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ യുക്തിവാദികൾ എത്ര പേപ്പർ കൊണ്ടാണ് എഴുതുന്നത്, 200 പേജിന്റെ ബുക്ക് ഉണ്ടാവുമോ എന്നിങ്ങനെ പരിഹസിക്കുന്നവർ. ഇന്ന് എഴുത്തിന്റെ ശൈലികൾ എന്തൊക്കെ ഉണ്ട്, എഴുത്തിന്റെ ശൈലികൾ മാറിയിട്ടില്ലേ. ഇപ്പോ എന്താണ് അവസാനത്തെ പരിവർത്തനം, നമ്മളൊന്ന് സംസാരിച്ചു കൊടുത്താൽ മതി, അതിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും. എഴുത്തുകൾ ഏതൊക്കെ കോലത്തിൽ വന്നു, ഈ ചെറിയൊരു സാധനത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഈ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷേ ഈ ലോകത്തുള്ള സർവ എൻസൈക്ലോപീഡിയ അടക്കം ഈ ലോകത്തിലെ എല്ലാ വിജ്ഞാന ശാഖകളും ഇങ്ങനെ വരെ ചെറിയൊരു ചിപ്പിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഒരു മൊബൈലിന്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട്, എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അത് ഇങ്ങനെ എഴുതി പോകും. അങ്ങനെ ഇതിനപ്പുറം വേറെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടോ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എഴുത്തിന്റെ ശൈലികൾ മാറിയിട്ടുണ്ട്. അപ്പോ അള്ളാഹു റബ്ബുൽ ഇസ്സത്താണല്ലോ ഇങ്ങനെ എഴുതാനുള്ള സംവിധാനങ്ങൾക്ക് കൊടുത്തത്. ആ പടച്ചവൻ കൊടുത്ത ബുദ്ധി കൊണ്ടാണല്ലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ ലോകത്തുള്ളത്. എത്ര സൂപ്പറാണ് അത് എഴുതുന്നത്, എത്ര സ്പീഡിലാണ്. നിങ്ങൾക്കൊരു ലേഖനം വേണമെങ്കിൽ ആ ലേഖനത്തിന്റെ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ, അതിന്റെ ചെറിയ ഡിസ്ക്രിപ്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു ലേഖനം ഇങ്ങനെ വരികയാണ്. അത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ്, ഈ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അതിനെങ്ങനെ എഴുതാൻ പറ്റുന്നു. അപ്പോൾ ഇതൊക്കെ പടച്ചവന് ഇതിനേക്കാൾ അപ്പുറം അപ്ഡേഷനാണ് പടച്ചവന്റെ അടുത്തുള്ളത്. അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതുന്നു അതിനെക്കുറിച്ച് വലിയ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് നാളെ വരുമ്പോൾ അത് കാണാൻ പറ്റും അല്ലേ. അപ്പൊ ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ വരുമ്പോഴും ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ബുദ്ധി നമുക്ക് വികസിച്ചു വരുന്നത് പോലെ അള്ളാഹുവിന്റെ അപ്ഡേഷൻസ് നാളെ കാണുമ്പോൾ പടച്ചവൻ ഇങ്ങനെ ആയിരുന്നോ എന്നൊരു തോന്നലിലേക്ക് നമ്മൾ മാറിപ്പോകും. മുന്നറിയിപ്പുകൾ പടച്ചവൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല സംവിധാനങ്ങളിലൂടെയും ആഖിറത്തിൽ ലഭിക്കാൻ പോകുന്ന ആഖിറത്തിന്റെ ഘടനകളെ കുറിച്ചുള്ള ബോധ്യങ്ങൾ മനുഷ്യന്റെ മൈൻഡിലേക്ക് വരുത്താൻ പറ്റുന്ന നിലയിൽ ഈ ഭൗതികമായ ലോകം വികസിച്ചിട്ടുണ്ട്. അള്ളാഹു ഇതൊക്കെ മനസ്സിലാക്കാനും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കഴിഞ്ഞു പോയ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഇങ്ങനെ എഴുതി വെക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കൂടെ റഖീബും അതീദ് എന്ന മലക്കുകളുണ്ട്. നിങ്ങളുടെ സംസാരങ്ങൾ, നിങ്ങളുടെ ഇടപെടലുകൾ, നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളും നൊമ്പരങ്ങളും വേദനകളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങൾ സംസാരിക്കുന്നതും എല്ലാം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോലും അറിയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായി രഹസ്യ സംഭാഷണം നടത്തുന്നത് ആരും അറിയാതെ ഇൻസ്റ്റഗ്രാമിൽ ആ മെസ്സേജ് ബോക്സ് എടുത്തിട്ട് നിങ്ങൾ ആർക്കുമായോ ടൈപ്പ് ചെയ്യുന്നത്, ചാറ്റ് ചെയ്യുന്നത്, അനാവശ്യം സംസാരിക്കുന്നത്, മോശം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് രേഖപ്പെടുത്തി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് വണ്ടികളിലൊക്കെ ഫൈൻ അടിക്കാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ വഴിയരികിൽ മുഴുവനും വെച്ചിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ എത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാലും ആ സ്പീഡ് എത്ര km/hലാണ് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്തതെന്നടക്കം അവിടെ അതിൽ വന്നിട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മളുടെ കാറിന്റെ ഡിജിറ്റൽ കംപ്ലൈന്റ് ആയിരിക്കും. എന്നാലും പോലും നമ്മൾ ഓടുന്നതിന്റെ സ്പീഡ് മുകളിൽ ഏതെങ്കിലും തെങ്ങിന്റെ ചോട്ടി വെച്ചിട്ടുള്ള AI ക്യാമറ പിടിച്ചിട്ടുണ്ടാവും. ഇതിന്റെ ഇൻഡാസ് വരുമ്പോഴായിരിക്കും പടച്ചോനെ ഞാനൊക്കെ എത്ര സ്പീഡിൽ വണ്ടി ഓട്ടിക്കോ എന്നിങ്ങനെ തോന്നിപ്പോകും. 100-110 സ്പീഡിൽ പോയിട്ടുണ്ടാവുക. വന്നിട്ടുണ്ടാവും 500-1000 രൂപ വീട്ടിൽ ഫൈൻ. അപ്പൊ അതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ അള്ളാഹു നമ്മളെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു പെറ്റി അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പരിസരത്തൂടെ നമ്മൾ പോകുമ്പോഴത്തേന് കുറച്ചൊന്ന് ഡിസിപ്ലിൻ ആയിരിക്കും ഇല്ലേ. ഇതുപോലെ അള്ളാഹു നമ്മളുടെ എല്ലാം ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. AI ക്യാമറയ്ക്ക് ചിലപ്പോഴൊക്കെ എന്ത് സംഭവിക്കാം, അതിന്റെ സോഫ്റ്റ്വെയർ എറർ സംഭവിച്ചിട്ട്
നമ്മൾ അനങ്ങാതിരിക്കും. ചിലപ്പോ പിന്നെ ഗവൺമെന്റ് ഇത് വെച്ച ആളുകൾക്ക് പൈസ കൊടുക്കാതിരുത്ത് പാമാർ ഓഫ് ചെയ്തിടും. ഇങ്ങനെ പലപ്പോഴും പല സാധ്യതകളുണ്ട്. പക്ഷേ പടച്ചവന്റെ ക്യാമറ അതൊരിക്കലും കണ്ണടയ്ക്കൂല. കാരണം റഖീബ് അതീദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ സദാ നിരീക്ഷിക്കുന്നവരെന്നാണ് റഖീബിന്റെ അർത്ഥം. സദാ നിരീക്ഷിക്കുന്നവൻ. അതീദ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹാജരുള്ളവൻ, തയ്യാറായി നിൽക്കുകയാണ്. അതിന് മഴ കുഴപ്പമില്ല, മഞ്ഞ് കുഴപ്പമില്ല, അത് തുരുമ്പിക്കുമെന്ന് പേടിക്കേണ്ട, സോഫ്റ്റ്വെയർ പ്രശ്നം വരുമെന്ന് പേടിക്കേണ്ട. സദാ നിരീക്ഷണ ക്യാമറയാണ്, ഒബ്സർവറാണ്, വാച്ചറാണ്. ഇങ്ങനെയുള്ള രണ്ടാളുകൾ സദാ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ജീവിതത്തിന്റെ മുൻകഴിഞ്ഞ സകലതും അള്ളാഹു എഴുതി വെക്കും. അതുകൊണ്ട് നമ്മളുടെ സംസാരം സൂക്ഷിക്കണം, നമ്മുടെ പ്രവർത്തനങ്ങൾ സൂക്ഷിക്കണം, നമ്മളുടെ ഇടപെടലുകൾ സൂക്ഷിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ നന്മകൾ മാത്രമല്ല എഴുതി വെക്കുന്നത്, അതിന്റെ അനന്തര ഫലങ്ങളും എഴുതി വെക്കുന്നുണ്ട്. അവരുടെ അനന്തര ഫലങ്ങളും നിങ്ങൾ നിർവഹിച്ച നന്മയുടെ അനന്തര ഫലങ്ങളും എഴുതി വെക്കുന്നതാണ്. അപ്പോ നിങ്ങളൊരു നന്മ ചെയ്തു, ആ നന്മയുടെ അനന്തര ഫലമായി മറ്റൊരാൾ ആ നന്മ ചെയ്തു, എന്നാൽ ആ രണ്ടാമത് ചെയ്ത ആളുടെ നന്മ കൂടി നിങ്ങൾക്കും ലഭിക്കുമെന്ന് മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ ഒരു വീട് പണിഞ്ഞു, ഇവിടെ വലിയൊരു സംവിധാനങ്ങൾ ഉണ്ടാക്കി, ആ വീട്ടിൽ പള്ളി നിർമ്മിച്ചു. അൽഹംദുലില്ലാഹ്, ഇത്രയും മുതഅല്ലിമുകൾ ഇവിടെ കൊണ്ടുവന്നിരുത്തി ഓതി പരിശുദ്ധ ഖുർആൻ 1000ഓളം ഖുത്ബകൾ പൂർത്തിയാക്കുന്നു. അങ്ങനെ ഇത് വീട് പണിഞ്ഞ ആളിന് അവർ ഈ നിർവഹിക്കുന്ന സേവനങ്ങൾ, നമ്മൾ ഈ ഓതുന്നതിന് ഖുർആനിന്റെ ഒക്കെ മഹത്വം അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പള്ളി ഇവിടെ അദ്ദേഹം പണിഞ്ഞപ്പോ ഇവിടെ നമ്മൾ ഇവിടെ വന്ന് നിസ്കരിക്കുന്നതും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും ഇതിന്റെ എല്ലാം പ്രതിഫലം അബൂബക്കർ ഹാജിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ സേവനം ചെയ്യുന്ന ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് വാസാറവും, നിങ്ങൾ ചെയ്ത നന്മകളുടെ അനന്തര ഫലങ്ങളും അള്ളാഹു എഴുതി വയ്ക്കും. അപ്പോൾ നമ്മളൊരു നന്മ ചെയ്താൽ അപ്പോൾ അത് കാര്യം അതിഭീകരമാകുന്നത് ആർക്കാണെന്നറിയോ? ഒരു തിന്മയ്ക്ക് മോഡലാകുന്നവൻ അവൻ ഭയക്കേണ്ടി വരും. നിങ്ങൾ ചെയ്ത തിന്മ കണ്ടിട്ട് അവൻ ചെയ്തല്ലോ, കൊള്ളാലോ സാധനം, എന്നാ പിന്നെ എനിക്കും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ മോഡലാക്കിയിട്ട് ആ തിന്മ മറ്റൊരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്യുന്ന തിന്മയുടെ ശിക്ഷ കൂടി നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. വാസാറവും, അതിന്റെ അനന്തര ഫലങ്ങൾ അതും എഴുതി വെക്കും. അത് എഴുതി വെക്കും. അപ്പൊ പ്രിയപ്പെട്ട മക്കൾക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുന്ന വാപ്പമാർ, ഉമ്മമാർ സ്നേഹത്തോടെ വാങ്ങിച്ചു കൊടുക്കും. യവന്മാരിങ്ങനെ കേറിയിട്ട് പല സെർച്ചും നടത്തിയിട്ട് ഏതൊക്കെയോ ലോകത്തിലൂടെ സഞ്ചരിക്കും. ഇതിന്റെ എല്ലാ കുറ്റം ആർക്ക് കിട്ടും? പാവപ്പെട്ട വാപ്പാക്ക് കിട്ടും. പാവപ്പെട്ടവൻ വെയിലത്ത് നടുമുടിഞ്ഞിട്ടുണ്ടായ പൈസ ഒരു കൂട്ടി വെച്ചുണ്ടാക്കിയ മൊബൈലായിരിക്കും വാങ്ങിക്കൊടുക്കുന്ന സ്നേഹം കൊണ്ട്. ഇവൻ കൊണ്ടുപോയിട്ട് സെർച്ചിങ്, ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റിങ്, ചീറ്റിങ്, സകല പണികളും അതിനകത്ത് ചെയ്യും. വാസാറവും, അതിന്റെ അനന്തര ഫലങ്ങളും അവൻ ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ മക്കളെ നേരെ നടത്തണം. നമ്മൾ പൊതുരംഗത്ത് പൊതുവായിട്ടൊരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിന് മാതൃകകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളൊരു തെറ്റ് ചെയ്യുന്ന ഒരാൾക്ക് വല്ലാതെ മുട്ടി നിൽക്കുന്നെങ്കിൽ അയാൾ ചെയ്യേണ്ടത് സ്വകാര്യമായ റൂമിൽ ആരും അറിയാതെ ചെയ്തോളൂ. പക്ഷേ പടച്ചവൻ കാണുന്നുണ്ട്. ആ തെറ്റിന്റെ ഉത്തരവാദിത്തം മാത്രം നീ ഏറ്റെടുത്താൽ മതിയാകും. പക്ഷേ നീ ഒരു തെറ്റിന് മാതൃകയായിട്ടുണ്ടെങ്കിൽ ആ മാതൃക അനുസരിച്ച് ആരൊക്കെ തെറ്റുകൾ ആവർത്തിച്ചിട്ടുണ്ടോ ആവർത്തിക്കപ്പെട്ടതിന്റെ എല്ലാ ശിക്ഷകളും നീ ഏറ്റെടുക്കേണ്ടി വരും. അല്ലാഹു കാക്കട്ടെ. അതല്ലേ ഹബീബായ നബി തങ്ങൾ ശഅബാനിന്റെ അവസാനത്തെ സമയം, പരിശുദ്ധ റമദാനിന്റെ മഹത്വങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ നബി തങ്ങൾ പറഞ്ഞു, മൻ ഫത്തറ സ്വായിമൻ കാന ലഹു മിസ്ലു അജ്രിഹി. ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പുകാരൻ അന്നന്ന് നിർവഹിച്ച സകല സൽക്കർമ്മങ്ങളും ആ നോമ്പിന്റെ പ്രതിഫലവും ഈ നോമ്പ് മുറിപ്പിച്ചവന് ലഭിക്കും. അപ്പൊ നോമ്പ് മുറിപ്പിക്കുക എന്നുള്ളത് ഒരു സൽക്കർമ്മമാണ്. ആ സൽക്കർമ്മത്തിന്റെ അനന്തര ഫലം എന്താണ്? ആ മനുഷ്യൻ ചെയ്ത ആരെയാണോ നോമ്പ് മുറിപ്പിച്ചത് അയാൾ ചെയ്ത എല്ലാ പ്രതിഫലവും നമുക്ക് കിട്ടും.
അപ്പോൾ എന്റെ ശബ്ദം ശ്രവിക്കുന്നവർ പരിശുദ്ധ റമളാനാകുമ്പോൾ നമ്മൾ നോമ്പ് തുറപ്പിക്കുന്നവരാകണം. പരിശുദ്ധ റമളാനാകുമ്പോൾ നമ്മൾ നോമ്പ് തുറപ്പിക്കുന്നവരാകണം. കേവലം നോമ്പ് തുറക്കുന്നവരായാൽ മാത്രം പോരാ. അങ്ങനെ നോമ്പ് തുറപ്പിച്ച പരിശുദ്ധ റമളാനാകുമ്പോഴേക്ക് നമുക്ക് കുറച്ച് ചുരുക്കം കാണും. ഈ റമളാൻ അവസാനിക്കുമ്പോഴേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്ന്. റമളാൻ തുടങ്ങുമ്പോഴേക്ക് ഇങ്ങനെ ചാർട്ട് ചെയ്യണം. റമളാൻ ആകുമ്പോഴത്തേന് ഇയാൾ ചാർട്ട് ചെയ്യണം, എനിക്ക് ഇൻഷാ അല്ലാഹ് ഈ മാസം ഒരു 30 പേരെങ്കിലും നോമ്പ് തുറപ്പിക്കണം. ചില ആളുകൾ പെരുന്തുറ സംഘടിപ്പിക്കും. വലിയ ടാർപ്പ് കെട്ടി വലിയ പന്തലുണ്ടാക്കി ഒരു 10-100 കസേര എടുത്തിട്ട് മേശയും വിരിച്ച് ഇവിടെ ബിരിയാണിയും പൊറോട്ട എല്ലാം ഉണ്ടാക്കി ആളുകൾക്ക് കൊടുക്കും. എന്നിട്ടോ ഈ നോമ്പ് തുറന്നിട്ട് ഈ നോമ്പ് ഉറപ്പിച്ച ആളുകൾ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കിടക്കും. പിന്നെ പെറ്റേതായിരിക്കും എഴുന്നേൽക്കുക. അന്ന് ഇശാ ഉണ്ടാവൂല, തറാബീഹ് ഉണ്ടാവൂല. ചിലപ്പോൾ ഇടയത്താടും രാത്രി കഴിച്ചിട്ടായിരിക്കും കിടക്കുന്നത്. ചിലപ്പോൾ പിറ്റേ നോമ്പിന്റെ നിയ്യത്ത് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനത്തെ നോമ്പ് ഒരാൾ ആരും സംഘടിപ്പിക്കരുത്. മറിച്ച് നിങ്ങളുടെ വീട്ടിൽ ഒരു നോമ്പ് തുറ സംഘടിപ്പിക്കുമ്പോ എത്ര ഭക്ഷണമാണ് വേസ്റ്റ് ആകുന്നത്. അപ്പൊ നിങ്ങളുടെ അയൽ വീട്ടിലെ ഒരാളെ വിളിച്ചിട്ട് ഇന്ന് എന്റെ വീട്ടിൽ നോമ്പ് തുറക്കാട്ടോ എന്ന് വിളിച്ചിട്ട് കൊണ്ടുപോയി നിങ്ങളൊരു പച്ചവെള്ളവും ഒരു കാരക്കയും കൊടുത്താലും ഈ പ്രതിഫലം കിട്ടും. ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബിതങ്ങൾ ഇങ്ങനെ നോമ്പ് തുറയുടെ മഹത്വം ഇങ്ങനെ പറയണേ. അത് നിങ്ങളുടെ മുൻകാല പാപങ്ങൾ പൊറുക്കപ്പെടും. മുൻകാല പാപങ്ങൾ പൊറുക്കപ്പെടും. നിങ്ങൾ നരകക്കാരുടെ ലിസ്റ്റിലാണെങ്കിൽ ആ ലിസ്റ്റ് വെട്ടി മാറ്റപ്പെടും. നോമ്പുകാരൻ അന്നേ ദിവസം നിർവഹിച്ച സകല മഹത്വങ്ങളും നിങ്ങൾക്ക് എഴുതും എന്നിങ്ങനെ നോമ്പിന്റെ മഹത്വം, നോമ്പ് മുറിപ്പിക്കുന്നതിന്റെ മഹത്വം നബിതങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചപ്പോ ആ സദസ്സിന്റെ അങ്ങേയറ്റത്തൊരു മുത്തഅല്ലിം എഴുന്നേറ്റ് നിന്നു. മുത്തഅല്ലിം എന്ന് പറഞ്ഞപ്പോ നിങ്ങളെ കണക്ക് 10, 20, 22, 25 വയസ്സുള്ള ആൾക്കാരല്ല, 18 വയസ്സുള്ള ആൾക്കാരല്ല. അവര് 45, 65 വയസ്സായ മുത്തഅല്ലിം എഴുന്നേറ്റ് എന്ന് ചോദിക്കുകയാണ്, നബിയെ ഞങ്ങൾ സാധുക്കളാണ്, ഒരു ദിവസത്തിൽ ഭക്ഷണം കഴിക്കാൻ പോലും ഞങ്ങൾക്ക് നിർവാഹമില്ല, പക്ഷെ ഞങ്ങൾക്ക് ഈ മഹത്വം ലഭിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യും? അതാണ് അവരുടെ സംശയം. നമ്മളോട് ഈ മഹത്വം പറയുമ്പോൾ നമ്മൾ വിചാരിക്കാം എനിക്ക് പൈസയൊന്നുമില്ല, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല എന്ന് ആദ്യമേ തന്നെ നമ്മൾ ഒരു മുൻകൂർ ആന്റിസിപ്പേറ്ററി ബെയിലെടുക്കും. നമ്മളെ അവസ്ഥ അതാ. എന്ത് സൽക്കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമ്പോഴും അത് എങ്ങനെ ചെയ്യാതിരിക്കാമെന്നാണ് ആദ്യം നമ്മൾ ഗവേഷണം ചെയ്യുന്നത്. പക്ഷെ സ്വഹാബത്ത് അങ്ങനെയല്ല. അവർക്ക് ചെയ്യാവുന്നതിന്റെ അങ്ങേയറ്റം അവർ ശ്രമിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്വഹാബി ചോദിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ നോമ്പ് തുറപ്പിക്കാൻ ഒരു കഴിവുമില്ല, നബിതങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് നബിതങ്ങൾ സാന്ത്വനിപ്പിച്ച് പറഞ്ഞു, സ്വഹാബ നിങ്ങൾ ഇങ്ങനെ വിശാലമായ ഭക്ഷണം കൊടുക്കണമെന്നില്ല, നിങ്ങൾ ഒരു ഗ്ലാസ് പച്ചവെള്ളവും ഒരു ഈത്തപ്പഴ കീറും നിങ്ങൾ കൊടുത്താലും ഈ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഹബീബായ നബിതങ്ങൾ ആ സ്വഹാബത്തിന് പറഞ്ഞപ്പോൾ അവരുടെ മുഖം ഇങ്ങനെ 16 രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശിച്ചു. കാരണം എനിക്കും ആ മഹത്വം ലഭിക്കുമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം, ഒരു റമളാനിന് കഴിയുമ്പോഴേക്ക് ഒരു 30 ആളുകളെ നോമ്പ് തുറപ്പിക്കാൻ ഇങ്ങനെ കരുതണം. എല്ലാ ദിവസവും 1 or 2 ആളുകൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ 2 പേരെ കൊണ്ടുവന്ന 60 ആളുകളുടെ നോമ്പ് നമുക്ക് ബാഗിലാക്കാൻ പറ്റും. 3 പേരെ കൊണ്ടുവന്നാൽ ഒരു 90 ആളുകളുടെ നോമ്പ് നമുക്ക് ബാഗിലാക്കാൻ പറ്റും. ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ എന്താന്ന് റമളാൻ കഴിയുമ്പോഴത്തേന് ഇങ്ങനെ ചില ആളുകളെ പറയാവും, റമളാൻ 29 എന്ന് പറയും, റമളാൻ ദേ പോയി, ഇന്നലെ പറകണ്ടത് പോലുണ്ട്, ഇന്നതാ നഷ്ടപ്പെട്ടു, ഇന്നതാ തിരിച്ചു പോവാണ്, ഇനിയിപ്പൊ എന്താ ചെയ്യാൻ? ഏതെങ്കിലും പള്ളിയുടെ മൂലം ഇരുന്ന് കുത്തിയിരുന്ന് യാസീന് പോയാലും വേണ്ട, കുറച്ച് സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോ എന്താ ചെയ്യുക ഈ റമളാൻ അവസാന ഘട്ടത്തിൽ എന്നിങ്ങനെ ആലോചിക്കേണ്ടി വരും. റമളാനിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യണം. നമ്മൾ സമയം കടന്നു പോയിട്ടില്ല എന്ന് പരിശുദ്ധ റമളാനിന്റെ 4 പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, നിങ്ങൾ ഇങ്ങനെ ആ പരിശുദ്ധ റമളാനെ പ്രീ പ്ലാനോട് കൂടിയിട്ട് കാണണം. എന്നിട്ട് റമളാനിൽ ചെയ്യാനുള്ള നന്മകൾ ഇങ്ങനെ എഴുതി വെക്കണം. അത് മാക്സിമം ചെയ്യണം. കാരണം അടുത്ത റമളാനിൽ നമ്മൾ ഉണ്ടാകുമെന്ന് അറിയില്ല. നമ്മളോടൊപ്പം കഴിഞ്ഞ റമളാനിൽ നോമ്പനുഷ്ഠിച്ചവർ എന്ന ഖബറിലുണ്ട്. അവര് വിചാരിച്ചില്ല അടുത്ത റമളാനിൽ നമ്മൾ ഇല്ലാണ്ടിരിക്കുമെന്ന്. അതുകൊണ്ട് നമ്മളുടെ ആയുസ്സിന് ഒരു ഗ്യാരണ്ടിയുമില്ല. ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ മാക്സിമം ഓരോ നിമിഷങ്ങളും ഉപയോഗപ്പെടുത്തി നിങ്ങൾ ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരാൾ ഒരു ഇൽമു പഠിപ്പിക്കാണ്. ആ ഇൽമു പഠിച്ചിട്ട് മറ്റൊരാൾ ആ ഇൽമു പ്രവർത്തിക്കാൻ വേണ്ടി രംഗത്ത് വന്നു.
അയാൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തു. ഇതിങ്ങനെ വ്യാപിച്ചു പോകുന്നിടത്തോളം കാലം ഇൽമ പഠിപ്പിക്കുന്ന ആളുടെ മഹത്വം എത്ര വലുതാണ്. ഒരു സ്ഥാപനം സ്ഥാപിച്ചു. ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളോട് ഒരു പങ്കായി. അങ്ങനെ ആ സ്ഥാപനം ഒരു നാട്ടിൽ ഇങ്ങനെ പേരെടുത്ത് നൂറുകണക്കിന് മുതല്ലിമുകൾ അവിടെ വന്ന് പഠിച്ചു. അങ്ങനെ അവർ പഠിച്ച് പുറത്തിറങ്ങിയിട്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ മുഴുവൻ മഹത്വം അതിനാരാണോ തറക്കല്ലിട്ടത്, അതിനാരാണോ ചിന്തകൾ പാകിയത്, അതിനാരാണോ സംഭാവനകൾ കൊടുത്തത്, അതിലാരാണോ ഹൃദയം ചേർത്ത് വെച്ചത്, അതിലാരാണോ പോസിറ്റീവ് റിപ്ലൈകൾ കൊടുത്തത്, അതിലാരാണോ നന്മകൾ കൊണ്ട് കൂടെ നിന്നത്, അവർക്ക് മുഴുവനും അതിന്റെ മഹത്വം കിട്ടിക്കൊണ്ടിരിക്കുമോ. അതാണ് പരിശുദ്ധമായ ഇൽമിന്റെ മഹത്വം. അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ മുൻകാല നന്മകൾ എഴുതി വെക്കും, അതിന്റെ അനന്തരഫലങ്ങൾ എഴുതി വെക്കും. ഇനി അനന്തരഫലങ്ങൾ എന്നുള്ള ആസാറുഹും എന്ന വാക്കിന് മറ്റൊരിടത്തും മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് നിങ്ങളുടെ നന്മകളുടെ അടയാളങ്ങളും എഴുതി വെക്കുമെന്നാണ്. അതെന്തൊരു മഹത്വമായിരിക്കല്ലേ. അത് കുറച്ചും കൂടി കൂടിയതാണത്. നന്മകളുടെ അടയാളം. നിങ്ങളൊരു സ്ഥലത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കരിച്ച സ്ഥലത്ത് നിങ്ങളുടെ അടയാളമുണ്ട്, അത് എഴുതി വെക്കും, രേഖപ്പെടുത്തി വെക്കും. അതുകൊണ്ടാണ് നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തൂടെ പോയിട്ട് നിങ്ങൾ തിരിച്ചു മടങ്ങുമോ മറ്റൊരു സ്ഥലത്തൂടെ മടങ്ങി പോവുക. ആ സ്ഥലങ്ങൾ മുഴുവനും നിങ്ങൾക്ക് സാക്ഷി നിൽക്കാൻ വേണ്ടിയിട്ടെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഒരു വീട്ടിൽ ഒരു കള്ളം കയറി അല്ലെങ്കിൽ ഒരു കൊല നടന്നിട്ട് അവിടെ ഫോറൻസിക് വിദഗ്ധർ വരും. എന്തിനാണ്? വിരലടയാളം പരിശോധിക്കാൻ വേണ്ടി. അപ്പൊ ഒരു കുഞ്ഞാപ്പ് വിചാരിക്കുകയാണ്, വിരലടയാളം ഇപ്പൊ ഞാൻ നോക്കിയത് കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അയാളെ ഒട്ടക്കണ്ണ് കൊണ്ടുപോയി നോക്കിക്കഴിഞ്ഞാൽ ആ വിരലടയാളം അയാൾ കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. അത് കാണണമെങ്കിൽ അതിന് വിദഗ്ധമായി പഠിച്ച ആളുകൾക്കല്ലേ പറ്റൂ. ഫോറൻസിക് വിദഗ്ധർ വന്നാലല്ലേ ആ വിരലടയാളം ആരുടേതാണ്, മാച്ചാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഒരു കുഞ്ഞാപ്പ് വിചാരിച്ച് നടക്കുന്ന കാര്യമാണോ? നമ്മൾ വിചാരിച്ച് നടക്കുന്ന കാര്യമാണോ? അല്ല. നമുക്കും കണ്ണുണ്ട്, ഫോറൻസിക് വിദഗ്ധർക്കും കണ്ണുണ്ട് ഇല്ലേ? ആ കണ്ണിൽ എന്തെങ്കിലും അഡീഷണൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. പക്ഷെ അതിലവർ വിദഗ്ധരാണ് എന്നുള്ളതാണ്. അപ്പോ നമ്മളുടെ ഈ അടയാളങ്ങൾ രേഖപ്പെടുത്താൻ ഫോറൻസിക് വിദഗ്ധരെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിൽ. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തെ അടയാളങ്ങൾ ഇങ്ങനെ അവർ രേഖപ്പെടുത്തി വെക്കും. ഒരു മോശം നടക്കുന്ന സ്ഥലത്തോ അവർ ഹാജരായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടയാളം അവിടെ രേഖപ്പെടുത്തി വെക്കും. അവൻ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് അവൻ ഹാജരുണ്ടായിരുന്നു എന്ന് ആ അടയാളം രേഖപ്പെടുത്തി വെക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ബനൂ സലമ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ മദീന പള്ളിയുടെ തൊട്ട് കുറച്ച് അധികം ദൂരത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. 5 വഖ്ത് നിസ്കാരത്തിനും അവർ പള്ളിയിലേക്ക് കൃത്യമായി ജമാഅത്തിന് വരും. അപ്പോൾ ആ മദീന പള്ളിയുടെ തൊട്ടടുത്തൊരു സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ചതറിഞ്ഞ് അതിലെ പ്രമുഖനായ ഒരാൾ ആ സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ തീരുമാനിച്ചു. കാരണം എന്തേ? അത് കണ്ണായ സ്ഥലമായത് കൊണ്ടല്ല, അതിൽ എന്തെങ്കിലും ബിസിനസ് സാധ്യത കണ്ടിട്ടല്ല. പക്ഷെ ആ മഹാനത് ചെയ്തത് എനിക്ക് കൃത്യമായി പള്ളിയിലേക്ക് വരാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിവരമറിഞ്ഞിട്ട് പള്ളിയിലേക്ക് വന്ന ആളെ, അവരിൽ പ്രമുഖ വ്യക്തിയെ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നപ്പോൾ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഇന്നൊരു സ്ഥലം കണ്ടിട്ടുണ്ട്, അത് വാങ്ങിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഈ പള്ളിയിലേക്ക് അധികം ദൂരമുണ്ട്. പള്ളിയോടടുത്തൊരു സ്ഥലമാകുമ്പോൾ കൃത്യമായി ജമാഅത്തിന് വരാൻ ഞങ്ങൾക്ക് പറ്റുമല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞ മറുപടി, യാ ബനി സൽമാ ദിയാറകും തുക്തബു ആസാറുകും. നിങ്ങളുടെ വീടുകളിൽ തന്നെ നിങ്ങൾ തുടരേണ്ടതാണ്. നിങ്ങളുടെ ഓരോ കാൽപ്പാടുകളും എഴുതി സൂക്ഷിക്കപ്പെടും. ബനൂ സലമ നിങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ ആ ചുവട്ടടികൾ കുറഞ്ഞു പോകുമല്ലോ. പരിശുദ്ധമായ പള്ളിയിലേക്ക് നിസ്കാരത്തെ പ്രതീക്ഷിച്ചു ഒരു മനുഷ്യൻ നടന്നു വരുമ്പോൾ ആ നടന്നു വരുന്ന ചുവട്ടടികൾ ആഖിറത്തിൽ എഴുതി സൂക്ഷിക്കപ്പെടും. അതിൽ ഓരോ ചുവട്ടടികൾക്കും പാപങ്ങൾ ഇങ്ങനെ പൊറുക്കപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് നബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ വലിയ മഹത്വമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ അടയാളങ്ങളും നമ്മൾ അല്ലാഹു രേഖപ്പെടുത്തും. എന്നിട്ട്
അള്ളാഹു ഇത് എവിടെയാണ് ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്? അത് സ്പഷ്ടമായ ഒരു അവലംബ ഗ്രന്ഥത്തിൽ നമ്മൾ അതിനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നാണ്. സ്പഷ്ടമായ അവലംബ ഗ്രന്ഥത്തിൽ, സ്പഷ്ടമായ അവലംബ ഗ്രന്ഥത്തിൽ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ കാര്യങ്ങളും അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നാണ്. അത് കുറച്ചധികം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് സ്പഷ്ടമായ ആ അവലംബ ഗ്രന്ഥത്തെ കുറിച്ചും മറ്റും നാളെ നമുക്ക് സംവദിക്കാം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമർറാഹിമായ അല്ലാഹ് മാലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങൾ ഈ പരിശുദ്ധമായ റമളാനിന്റെ പുണ്യമായ നിമിഷങ്ങളിൽ നിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടി വിശുദ്ധമായ സൂറത്ത് യാസീൻ പരിചയപ്പെടാനുള്ള എളിയ ശ്രമം നടത്തിയിട്ടുണ്ട് അല്ലാഹ്. അതിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും ആശയപിശകുകളും നിന്റെ ഫദ്ല് കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പ് ചെയ്യണേ റബ്ബേ. പരിശുദ്ധ ഖുർആൻ വേണ്ട നിലയിൽ ഉൾക്കൊള്ളാനും നന്നായി പഠിക്കാനുമുള്ള ഹൃദയവിശാലത നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ അനുഷ്ഠിച്ച നോമ്പും നിർവഹിച്ച നിസ്കാരങ്ങളും ചെയ്ത സേവനങ്ങളും സുഹൃത്തങ്ങളും നിന്റെ ഫദ്ല് കൊണ്ട് ഖബൂലാക്കണേ റഹ്മാനേ. ഞങ്ങളിത് പറയാനും ഇത് സംഘടിപ്പിക്കാനും കാരണക്കാരായ വീട്ടുകാരുണ്ട്. ഇവിടെ ഞങ്ങൾ ഇത് നിർവഹിക്കുമ്പോൾ എന്തൊക്കെ മഹത്വമുണ്ടോ ആ വീട്ടുകാർക്കും നൽകണേ റബ്ബേ. പ്രിയപ്പെട്ട അബൂബക്കർ ഹാജിക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് ഇതുപോലെ സംരംഭങ്ങൾ വളർത്തിക്കൊണ്ടുവരാനും സേവനം ചെയ്യാനും നിന്റെ പരിശുദ്ധമായ ദീനിനും വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതമാണ്. നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങൾ അതിന് കാരണമാക്കണേ അല്ലാഹ്. എന്തെങ്കിലും ചിന്തകൾക്കോ വൈകാരിക പ്രവർത്തനങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഫദ്ല് കൊണ്ട് അതെല്ലാം വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് നിന്റെ ദർബാറിൽ ഈ സൽക്കർമ്മങ്ങൾക്ക് എത്ര മഹത്വമാണോ അത് മുഴുവനും നൽകണേ റഹ്മാനേ. അവരെ ഭൗതികവും ആത്മീയവുമായ ജീവിതത്തിൽ വലിയ ഉന്നതികൾ ഇനിയും നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ നിർവഹിച്ച എല്ലാ സൽക്കർമ്മങ്ങളുടെയും മഹത്വങ്ങൾ അവരുടെ ജീവിതത്തിലും മക്കളിലും മരുമക്കളിലും പേരമക്കളിലും കുടുംബാദികളിലും അവരെ സേവകരിലും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ ആഫിയത്ത് നൽകണമല്ലാ. സുൽത്താനുൽ ഉലമ ബദറുൽ സാദാത്ത്, റഈസുൽ ഉലമ സിറാജുൽ ഉലമ, സഖാഫി ഉസ്താദ്, നഈമി ഉസ്താദ്, വലിയതങ്ങൾ ഉസ്താദ്, ചെറിയതങ്ങൾ ഉസ്താദ്, ആക്കുൽ ഉസ്താദ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണക്കാരായ ഞങ്ങളുടെ നേതൃത്വങ്ങൾ എല്ലാവർക്കും ഇസ്സത്ത് വർദ്ധിപ്പിക്കണേ റഹ്മാനേ. അവർ തണല് നീട്ടി നൽകണേ അല്ലാഹ്. അവരിൽ നിന്ന് മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്ന നെല്ലിക്കുത്ത് ഉസ്താദടക്കം താജുൽ ഉലമയടക്കം ഞങ്ങളുടെ മുൻകാല നേതൃത്വങ്ങളുടെ ഖബർ നീ വിശാലമാക്കണേ റബ്ബേ. ദറജ വർദ്ധിപ്പിക്കണേ റഹ്മാനേ. അതുപോലെ വിനീതനെ പഠിപ്പിച്ച പടതൽ ഉസ്താദ് വല്ലാതെ നിഷ്കളങ്കമായ ചിരികളുടവയാണ്, വല്ലാതെ സ്നേഹത്തിന്റെ ആഴമാണ്. മഹാനവറുകളെന്ന ഖബറുണ്ട്. നീ ആ ഖബറിന്റെ ദറജ വർദ്ധിപ്പിക്കണേ റഹ്മാനേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവരിൽ പല ആളുകളും പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഈ വിനീതന്റെ മാതാവ് ഷുഗർ സംബന്ധമായ പ്രയാസത്തിലാണ്. പടച്ചവനെ, പരിശുദ്ധമായ റമളാനിന്റെ മഹത്വം കൊണ്ട് ആ രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാഹ്. പരിപൂർണ്ണ ആഫിയത്ത് നൽകണേ റബ്ബേ. ആ ഷുഗർ മൂലം അവിടുന്ന് അനുഭവിക്കുന്ന വേദനകൾക്ക് പരിഹാരം നൽകണേ അല്ലാഹ്. പരിശുദ്ധ റമളാനിന്റെ ഓരോ നിമിഷങ്ങളും ആരാധന നിർവഹിക്കുന്നതിന് ആ രോഗങ്ങൾ ഒരു തടസ്സമാക്കല്ലേ അല്ലാഹ്. അതുപോലെ ഞങ്ങളുടെ പിതാക്കന്മാരടക്കം ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നിലയ്ക്കും സ്വാധീനം ചെലുത്തിയവരെ നീ ഏറ്റെടുക്കണേ റഹ്മാനേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ സ്വലാഹിയത്തിന്റെ ഉടമകളാക്കണമല്ല. അവരുടെ
ഗർഭിണികളുണ്ട്, ഗർഭസംബന്ധമായ പ്രതിസന്ധികൾ ഈ യാസീനിന്റെ ബറക്കത്ത് കൊണ്ട്, റമദാനിന്റെ പുണ്യ നിമിഷങ്ങളുടെ മഹത്വം കൊണ്ട് നീ ദൂരീകരിക്കണേ റബ്ബേ. നല്ല നല്ല കണ്ണിന് കുളിർമയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങൾക്ക് നൽകിയ മക്കളെ മുഴുവനും നീ കണ്ണിന് കുളിർമകളാക്കണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളുടെ ജീവിതവുമായി ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹുവേ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാനാക്കല്ല റബ്ബേ. ഒരുപാട് റമദാനുകൾക്ക് ആതിഥ്യമരുടാനും നന്മകൾ കൊണ്ട് കൂട്ടുകൂടാനും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാഹ്. റഹ്മത്തിന്റെ വാതായനങ്ങൾ മലർക്കെ തുറക്കപ്പെട്ട 10 അതിന്റെ ഓരോ നിമിഷങ്ങളും ഞങ്ങളോട് വിട പറയുന്നുണ്ട്. പടച്ചവനെ, നിന്റെ റഹ്മത്തിൽ നിന്ന് ഞങ്ങളെ ഒരാളെയും മാറ്റിപ്പായിക്കല്ല റബ്ബേ. നിന്റെ കരുണയുടെ തിരുനോട്ടം ലഭിച്ചവരിൽ സാധുക്കളായ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളോട് വിട പറഞ്ഞ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാരുണ്ട്, കുടുംബാദികളുണ്ട്. അവർക്കെല്ലാം ഞങ്ങളെ നിർവഹിച്ച സേവനങ്ങളുടെ മഹത്വം നൽകി അനുഗ്രഹിക്കണമല്ല. ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, വിദേശത്ത് ജോലി ചെയ്യുന്നവർ, നാട്ടിൽ പണിയെടുക്കുന്നവരെല്ലാവർക്കും ഇസ്സത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മുത്തഅല്ലിമുകൾക്ക് നാഫിഅയ ഇൽമു നൽകണേ റബ്ബേ. 2 ലോകത്ത് ഉപകരിക്കുന്നവരാക്കണേ അല്ലാഹ്. പരീക്ഷകളാണ്, സമ്പൂർണ്ണ വിജയം നൽകണേ റഹ്മാനേ.